Hello guys, welcome back to my channel Food for my wife. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ജീര റൈസ് ആണ്. അപ്പോൾ ജീര റൈസ് നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റ് പാകിസ്ഥാനിലുമാണ് ഫേമസ്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബിരിയാണി കഴിക്കാത്തവർക്ക് വലിയ വലിയ പാർട്ടികളിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ജീര റൈസ്. അപ്പോൾ ജീര റൈസ് വളരെ സിമ്പിളാണ്, എണ്ണ വളരെയധികം കുറച്ച് മതി, അതിൽ ഹെൽപ്ഫുള്ളാണ്, സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ജീര റൈസ്. അപ്പോൾ ജീര റൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് അതും കറികളുമായിട്ട് കഴിക്കാം, വെജ് അല്ലെങ്കിൽ വെജ് കറികളുമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലേക്ക് പോകാം, വരൂ. ജീര റൈസ് ഉണ്ടാക്കാൻ ഞാൻ ബിരിയാണി റൈസ് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 4-5 വെള്ളത്തിൽ നമ്മൾ കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടാം. ജീര റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജീരകമാണ്. ജീരകം ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ മണമാണ് നമ്മൾ ജീര റൈസിന് മുന്തിരിക്കുന്നത്. അതുകൂടാതെ ഏലയ്ക്ക ഒരു 4-5 എണ്ണം എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗ്രാമ്പു ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കോലം 1 എണ്ണം, പിന്നെ പട്ട അതിൻ്റെ ചെറിയ ഒരു കഷ്ണം പൊടിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ കറിവേപ്പില 2 എണ്ണം, 2 വറ്റൽമുളക് അത് നമുക്ക് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാനുള്ളൂ, പിന്നെ 2 ചെറിയ മീഡിയം സൈസിലുള്ള സവാളയാണ്, അത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, മല്ലിയില. ഇത്രയാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിൽ കപ്പലണ്ടിയും മുന്തിരിക്ക ഇട്ടിരിക്കുകയാണ്. കപ്പലണ്ടി അവിടെ ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തു, മുന്തിരി 2 ടേബിൾ സ്പൂൺ. ഇത് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ ശേഷം ഇതേ നെയ്യിൽ തന്നെ നമുക്ക് പാചകം ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വളരെ കുറച്ച് മാത്രമേ നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ തന്നെ നമ്മുടെ ജീര റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉള്ളി മാത്രം നമ്മൾ റിഫൈൻ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം മൂത്ത് വന്നു, ഞാൻ കോരി മാറ്റാം. നമുക്ക് ആദ്യം ജീരകം ഇട്ട് കൊടുക്കാം. ഗ്രാമ്പുവും തക്കോലവും ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. പട്ടയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിൽ മാത്രമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. നല്ലപോലെ മൂത്ത് വരണം. ഇത് മൂത്തതിന് ശേഷം നമ്മൾ ഇതിൽ അരി ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തീ വളരെ കുറച്ച് മാത്രം വെച്ച് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മൂത്ത് വരണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇത് ഇളക്കി നമ്മളെ മസാലയെല്ലാം ഇതിൽ പിടിച്ച് വരണം. അതായത് പട്ടയും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിലെല്ലാം നല്ല പിടിച്ച് വരുന്നതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം നമ്മളൊന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. തീ വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 7-8 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ഇത് റൈസ് നമ്മൾ വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ഈ അല്പം കൂടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറിവേപ്പില എടുത്ത് മാറ്റാം. വെള്ളമെല്ലാം പറ്റി നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും 2-3 പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തതാണ്,
അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും സുഖമായിട്ടിരിക്കുക. കൊറോണ വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ.